വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇറാനെ സമ്മർദ്ദത്തിലാക്കി സമാധാന കരാറിലെത്തിക്കാൻ ആക്രമണം കടുപ്പിച്ച് US. ഇറാനുള്ളിലെ ഏറ്റവും നീളം കൂടിയ പാലം തകർത്തു. അവശേഷിക്കുന്ന എല്ലാം നശിപ്പിക്കുമെന്നും ഇന്ന് പാലമാണെങ്കിൽ നാളെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഭീഷണി മുഴക്കി. ഇറാനിലെ പുതിയ ഭരണകൂടം ഉടൻ US-ഉമായി ധാരണയിലെത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. چه صدا دیدین وقتی نزدیک میزنه اینجوریه صدا. അജയ് സുധ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇറാനിലെ ഏറ്റവും വലിയ ഒരു പാലം തകർക്കുന്ന ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരസ്പരം പോർവിളികളും വെല്ലുവിളികളുമുണ്ട്. ഇതിനിടയിൽ തങ്ങളുടെ ശേഷി അത് ലോകത്തെ കാണിച്ചു കൊടുക്കുക, ഇറാനെ ആക്രമിക്ക് നിർത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുക, അതിനൊക്കെയുള്ള ശ്രമത്തിലാണോ ട്രംപ്? ഇപ്പോൾ ആക്രമണം അത് പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ശ്രമം എന്ന് പറയുന്നത് ഇറാനുള്ളിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി അവരെ ഒരു സമാധാന നീക്കത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുക. അതുതന്നെയാണ് ട്രംപിന്റെ ഒരു ശ്രമമെന്ന് നമുക്ക് നിലവിലുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റുകളും അതുപോലെ തന്നെ അമേരിക്കയുടെ ആക്രമണങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇന്നലെ ഇറാനുള്ളിൽ ടെഹ്റാനകത്തുള്ള ഒരു വർഷങ്ങൾ പഴക്കമുള്ള ഒരു മെഡിക്കൽ റിസർച്ച് സെന്റർ അത് അമേരിക്ക ആക്രമിച്ച് തകർത്തിരുന്നു. മാത്രമല്ല നിരവധി സ്റ്റീൽ ഫാക്ടറികളും ആക്രമണ വിധേയമാക്കിയ വിവരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ട്രംപ് തന്നെയാണ് ഇറാനുള്ളിലെ ഏറ്റവും നീളമുള്ള ബിൽഗാൻ പാലം ആക്രമിച്ച് തകർത്തതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഇന്നലെ ഇന്ത്യൻ സമയം ഏതാണ്ട് അർദ്ധരാത്രിയോടെയായിരുന്നു അദ്ദേഹം ഈ പാലം തകരുന്ന ദൃശ്യങ്ങൾ തന്റെ ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ചത്. ഇപ്പോൾ കുറച്ചു മുൻപേ അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കൂടി ഇറാനെതിരെ ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇറാനുള്ളിൽ അവശേഷിക്കുന്ന വസ്തുക്കൾ തങ്ങൾ നിലവിൽ ആക്രമിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. US-ന്റെ സൈന്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമാണ്. തങ്ങൾ ഇറാനുള്ളിലുള്ള എല്ലാം തരിപ്പണമാക്കും. ഉടൻ തന്നെ ഇപ്പോൾ പാലങ്ങളാണ് തകർന്നതെങ്കിൽ നാളെ ഞങ്ങൾ പവർ പ്ലാന്റുകൾ ആക്രമിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇറാനിലുള്ള പുതിയ ഭരണകൂടം അമേരിക്കയുമായി ഒരു കരാറിൽ എത്തിച്ചേരാൻ വേണ്ടി സന്നദ്ധത അറിയിക്കണമെന്നും ട്രംപ് ഈ പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ തന്നെയാണ് US-ന്റെ നീക്കമെന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. അതേസമയം ഇറാനും ചുമ്മാതെ ഇരിക്കുന്നില്ല. ഇറാനും തങ്ങളുടെ ആക്രമണം അത് കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുവൈറ്റിലുള്ള ഒരു ഓയിൽ റിഫൈനറിക്ക് നേരെ ഇറാന്റെ ആക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ട്. ഇവിടെ വലിയ തീപിടുത്തം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് വിവരമുള്ളത്. ബഹ്റൈനിലുള്ള ഒരു ആമസോണിന്റെ ഡാറ്റാ സെന്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഈ ഡാറ്റാ സെന്റർ വഴി അമേരിക്കയ്ക്ക് തങ്ങളുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്ന് ആരോപിച്ചാണ് ഈ ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം നടത്തിയത്. വിഷയത്തിൽ ബഹ്റൈൻ കടുത്ത രീതിയിലുള്ള പ്രതികരണം ഇറാനെതിരെ നടത്തിയിട്ടുണ്ട്. അതായത് അജയ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് പോലെ ഇറാന്റെ പ്രതികരണം ഉണ്ടാകുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്, GCC രാജ്യങ്ങളിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേരത്തെ അജയ് പറഞ്ഞതുപോലെ കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാല ആക്രമിക്കുകയാണ്. വലിയ തീപിടുത്തമാണ് പ്രദേശത്ത്. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ബഹ്റൈനിലെ ആമസോൺ ഡേറ്റാ സെന്റർ തകർക്കുന്നു. F-35 വിമാനം വെടിവെച്ചിട്ടു എന്ന് IRGC അവകാശപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഈ തരത്തിൽ അമേരിക്ക ഇറാന്റെ പ്രതിരോധശേഷി അല്ലെങ്കിൽ ആക്രമണശേഷി പൂർണ്ണമായും നശിപ്പിച്ചു എന്ന വീരവാദം മുഴക്കുമ്പോഴും ദീർഘദൂര മിസൈലുകളടക്കം തങ്ങളുടെ പക്കലുണ്ട്, അത് പ്രയോഗിക്കാൻ തങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, അതിപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇറാന്റെ കൈവശം ഇപ്പോഴും മിസൈൽ ലോഞ്ചറുകളടക്കം നിരവധി അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ട് എന്നതാണ് ഒരു സൂചന. ഇത് CNN ആണ് ഈ ഒരു വിവരം നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു വിവരവും അതും തീർച്ചയായിട്ടും അമേരിക്ക, അതായത് ട്രംപ് നിരന്തരം മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദങ്ങൾക്ക് തീർത്തും വിരുദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ IRGC തങ്ങളുടെ ടെലഗ്രാം ചാനൽ വഴി ഒരു F-35 വിമാനം വെടിവെച്ചിട്ടു എന്നുള്ള അവകാശവാദം കൂടി നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആക്രമണങ്ങൾ കൂടുതൽ അവർ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. UAE 8 ഡ്രോണുകൾ നിലവിൽ വെടിവെച്ചിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ അവർ പുറത്തുവിടുന്നുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും ആക്രമണം രൂക്ഷം തന്നെയാണ്. നിലവിൽ ഇറാനെതിരെ GCC രാജ്യങ്ങൾ ഒന്നായി ഒരു നീക്കം നടത്തുന്നുമുണ്ട്. അത് പ്രധാനമായിട്ടും ബഹ്റൈൻ ഇപ്പോൾ ഹോർമുസ് കടലെടുക്ക് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം
UN-ൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ പ്രമേയത്തിന്റെ വിശദാംശം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് വഴി സ്വതന്ത്രമായിട്ടുള്ള യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിനായി ഓരോ രാജ്യങ്ങൾക്കും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിന്തുണയുണ്ടാകണം എന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. ഈ പ്രമേയം GCC രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ബഹ്റൈൻ അവതരിപ്പിച്ചത്. ഈ ഒരു വിഷയത്തിൽ നിലവിൽ വോട്ടെടുപ്പ് നാളെ നടക്കും എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നായിരുന്നു വോട്ടെടുപ്പ് ആദ്യം തീരുമാനിച്ചിരുന്നത്, എന്നാൽ ഇത് പിന്നീട് നാളത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയത്തിൽ എല്ലാ രാജ്യങ്ങളും സംയുക്തമായി ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. അതായത് US നിലവിൽ ഇക്കാര്യത്തിൽ കൈ കഴുകിയൊന്ന് മാറി നിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയിൽ US ഇടപെടില്ല എന്ന് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ UN-ൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ 40ഓളം രാജ്യങ്ങൾ വിഷയത്തിൽ ചർച്ച നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് ബഹ്റൈൻ പ്രമേയത്തിലെ വോട്ടെടുപ്പ് നാളത്തേക്ക്, ബഹ്റൈൻ്റെ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇന്ത്യ അറിയിച്ച നിലപാട് നിർണായകമാണല്ലോ. ഈ യോഗത്തിൽ 40ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ ഇന്ത്യയും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നിലപാട് കൂടി ചേർത്താണ് ഈ പ്രമേയം വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഹോർമുസ് തുറക്കുന്ന കാര്യത്തിൽ നമുക്ക് മറ്റൊരു അഭിപ്രായമില്ല, ഈ രാജ്യങ്ങൾക്കൊപ്പമാണ്. പക്ഷേ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്നും അസന്നിഗ്ധമായി വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാനെതിരായ സൈനിക നടപടിക്ക് ഇന്ത്യയില്ല. ഇറാൻ നമ്മളെ സുഹൃത്ത് രാജ്യമെന്ന് തുടർച്ചയായി വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ ഗൗരവത്തിലെടുക്കുന്നു. നമ്മുടെ നാവികരുടെ സുരക്ഷയുണ്ട് ഹോർമസിലുള്ള, അതും വളരെ പരമപ്രധാനമാണ്. കപ്പലുകൾ കടന്നു വരേണ്ടതുണ്ട്. അതനുസരിച്ചുള്ള പരമപ്രധാനമായ നിലപാടിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതെ, അതേസമയം തന്നെ ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒമാനും ഇറാനും തമ്മിലും ഒരു ആഭ്യന്തര ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിലൂടെയാണ് ഹോർമുസ് കടലെടുക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും കൂടി ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള കപ്പലുകളുടെ നിയന്ത്രണത്തിൽ ഒരു രൂപരേഖ തയ്യാറാക്കാനാണ് ഒരു നീക്കമെന്നതാണ് ചില സൂചനകൾ ലഭിക്കുന്നത്. ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. ഈ രണ്ട് രാജ്യങ്ങൾ ഇതിൽ ചർച്ചകൾ നടത്തുന്നതായിട്ടുള്ള സൂചനകളുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള നിലപാടും പ്രസക്തമാണ്. അതായത് ബ്രിട്ടൻ വിളിച്ചു ചേർത്ത ഈ 40 രാജ്യങ്ങളുടെ യോഗത്തിലാണ് ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. US ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. അതേസമയം ഫ്രാൻസ്, ഇറ്റലി, UAE അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കാളിയായി. ഇന്ത്യയുടെ നിലപാട് കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു ചർച്ചയ്ക്ക് പിന്നാലെ ഒരു പ്രമേയം കൂടി പാസാക്കിയത്. അതേസമയം ആ പ്രമേയത്തിൽ ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമായി അറിയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇറാനെതിരെ എന്തെങ്കിലും സൈനിക നീക്കത്തിന് മുതിരുകയാണെങ്കിൽ അതിലൊരിക്കലും ഇന്ത്യ പങ്കാളിയാകില്ല എന്നതാണ്. അതേസമയം ഹോർമുസ് കടലിടുക്ക് തീർച്ചയായിട്ടും തുറക്കണം, മേഖലയിലൂടെ സുരക്ഷിതമായിട്ടുള്ള യാത്ര ഉറപ്പാക്കണമെന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹോർമുസ് കടലിടുക്കിൽ സൈനികരെ, നാവിക വിഭാഗത്തിലുള്ള സൈനികരെ നഷ്ടപ്പെട്ട ഏക രാജ്യം ഇന്ത്യയാണെന്നും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത വിക്രം മിശ്രി ഇതിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. അമേരിക്കയുടെ അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ സ്ഥാനത്ത് നിന്ന് നീക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജസ്റ്റിസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലെ അസംതൃപ്തിയെ തുടർന്നാണ് പുറത്താക്കൽ. ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേസുകൾ വേഗത്തിലാക്കാത്തതിൽ ട്രംപിന് അതൃപ്തി ഉണ്ടായിരുന്നു. ഇതാണ് പുറത്താക്കലിന് കാരണമെന്നാണ് സൂചന. മറ്റു വാർത്തയിലേക്ക്. FCRI നിയമ ഭേദഗതി പാർലമെന്റിന്റെ പ്രത്യേക സിറ്റിംഗിൽ ഉണ്ടാകില്ലെന്ന് കേന്ദ്രം. വനിതാ സംവരണ ബില്ലിനൊപ്പം മറ്റു ബില്ലുകൾ പരിഗണിക്കാൻ സാവകാശമുണ്ടാകില്ലെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ അവസാനിക്കേണ്ട സമ്മേളനം ഈ മാസം 16 വരെ നീട്ടിയിരുന്നു. സീറ്റുകൾ കൂട്ടിക്കൊണ്ട് വനിതാ സംവരണം 2029 മുതൽ നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ബില്ല് 3 ദിവസം കൊണ്ട് 2 സഭകളിലും പാസാക്കി. വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പിന്തുണ കൂടുതലായി നേടുകയും സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. എന്നാൽ പ്രത്യേക സിറ്റിംഗ് മാറ്റണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡനത്തിന് പരാതി നൽകിയ യുവതിക്കെതിരായ സൈബർ ആക്രമണത്തിൽ രാഹുൽ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. ഫെനി നൈനാൻ നടത്തുന്ന സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിന് പിന്നിൽ രാഹുൽ എന്നാണ് ആരോപണം. ഈ മാസം 17 ഹാജരാകാനാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാന്, ഫെനി നൈനാനുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട് ഈ യുവതിയെ മറ്റും അപമാനിക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ കോടതി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി നിലപാട് കടുപ്പിക്കുകയാണോ? കേസിലെ രണ്ടാമത്തെ പരാതിക്കാരിയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയിരിക്കുന്നത്. അവർ ഈ പരാതിയിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, ഫെനി നൈനാൻ തന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്ന
തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നുവെന്നാണ്. ഇത് മുഖവിലക്കെടുത്തുകൊണ്ട് ഫെനി 99 ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഐഡികൾ രാജ്യത്ത് ലഭ്യമല്ലാതാകുന്ന തരത്തിലേക്ക് മെറ്റയ്ക്ക് നൽകിയ പരാതിയെ തുടർന്ന് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നിലവിൽ. അതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഈ പരാതിയിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഞ്ചിയൂർ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വരുന്ന 17-ാം തീയതി രാഹുൽ മങ്കൂട്ടത്തിൽ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശം. ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെയെങ്കിൽ 17-ാം തീയതി കോടതിയുടെ ഭാഗത്തുനിന്ന് രാഹുലിനെ നേരിട്ട് കേട്ടതിനു ശേഷം നടത്തുന്ന നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കൂടുതൽ തെളിവ് ശേഖരണത്തിന് പോലീസ്. ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും നാളെ കോടതി പരിഗണിക്കും. രഞ്ജിത്തിനെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസ് നീക്കം. ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി സിനിമ സെറ്റിലുള്ളവരുടെ മൊഴിയെടുത്തു തുടങ്ങി. സംവിധായകൻ രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും നാളെയാണ് പരിഗണിക്കുക. 3 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനു മുൻപായി കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ദൗത്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാരവാനിലെ തെളിവുകൾ, CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുക എന്നതാണ്. ക്യാരവാൻ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു, പക്ഷെ അതിന്റെ ഉള്ളിൽ CCTV ഇല്ല. അതുകൊണ്ട് തന്നെ ക്യാരവാന്റെ പുറത്തുള്ള CCTVയിലെ ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ബാക്കപ്പ് അടക്കം 1 മാസം മുൻപ് 2 മാസം മുൻപ് നടന്ന സംഭവമാണ്. അതിന്റെ ബാക്കപ്പ് അടക്കം ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ച സഹപ്രവർത്തകൻ കൂടിയായ നടനും സഹപ്രവർത്തകനും കൂടിയായ ജോബി കുര്യനെ ഉടനെ തന്നെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറെ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരാതി നൽകിയ യുവനടി ക്യാരവാനിലേക്ക് കയറുന്ന സമയത്ത് ക്യാരവാന്റെ പുറത്ത് കാവൽ നിന്നത് ഈ യുവതിയാണെന്നാണ് പോലീസിന് നടി നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ക്യാരവാനിൽ നിന്നും മോശം അനുഭവം നേരിട്ട യുവനടി ക്യാരവാനിൽ നിന്നും ഇറങ്ങി സഹപ്രവർത്തകരോട് തനിക്ക് അനുഭവപ്പെട്ട ഈ ഒരു വിഷമം അത് പങ്കുവെച്ചപ്പോൾ ഉണ്ടായിരുന്നവരെയും വൈകാതെ തന്നെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. അതിൽ ചിലർ വിദേശത്തായതിനാൽ അതിന്റെ ഒരു കാലതാമസം കൂടി ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും രഞ്ജിത്തിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്കറിയാം, കഴിഞ്ഞ 2 പരാതികളിലും രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് തെളിവുകളുടെ അഭാവവും അതോടൊപ്പം തന്നെ പരാതി നൽകാനുണ്ടായ കാലതാമസവുമാണ്. ആ രീതിയിലുള്ള ഒഴിവ് അല്ലെങ്കിൽ രഞ്ജിത്തിന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാക്കാതിരിക്കുക എന്നതുകൂടിയാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. നാളെ ഇപ്പോൾ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ രഞ്ജിത്തിനെ വിശദമായി ചോദ്യം ചെയ്യണം. അതോടൊപ്പം തന്നെ തെളിവ് അടക്കം ശേഖരിക്കണം എന്നീ കാര്യങ്ങളായിരിക്കും പ്രധാനമായും അന്വേഷണ സംഘം ഉന്നയിക്കുക. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വൈകാതെ കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. SDPIയുടെ വോട്ട് സ്വീകരിക്കുന്നത് അവരെ മാനസാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയെന്ന് AK ബാലൻ. എല്ലാ വർഗീയ ശക്തികളുടെയും കാര്യത്തിൽ ഇതാണ് നിലപാട്. വർഗീയ സംഘടനകളുടെ ആശയത്തെ പാർട്ടി എതിർക്കും. എന്നാൽ ആ സംഘടനകൾക്ക് പിന്നിൽ അണിനിരക്കുന്നവരുടെ വോട്ട് വേണ്ടെന്ന് പറയില്ല. ആശയങ്ങളിൽ മാറ്റം വരുത്തി അവർ വരുന്നതിനെ എന്തിനാണ് എതിർക്കുന്നതെന്നാണ് AK ബാലന്റെ ചോദ്യം. SDPI പിന്തുണയെ ന്യായീകരിക്കാൻ CPM പാടുപെടുന്നതിനിടെയാണ് AK ബാലന്റെ വിശദീകരണം. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി മീറ്റ് ദ ലീഡറിൽ സംസാരിക്കുകയായിരുന്നു ബാലൻ. മതന്യൂനപക്ഷങ്ങളിൽ ഒരു വല്ലാത്ത ഇമേജാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത്. തലശ്ശേരി സംഭവം നടക്കുമ്പോൾ പേടിച്ചിട്ട് കക്കൂസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാത്ത നേതാക്കന്മാരാണ് കോൺഗ്രസിന്റെ. സ്റ്റാൻഡാണ് സ്വീകരിക്കുന്നതെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്നും SDPIയുടെ വോട്ട് വേണ്ട എന്നും പറയണം. അത് പറയുന്നില്ല. വോട്ട് വേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് തമ്മിൽ രണ്ടാണ്. നിങ്ങളൊരു വോട്ട് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ആരെങ്കിലും വോട്ട് തരും, നിന്റെ വോട്ട് വേണ്ടെന്ന് എങ്ങനെയാ പറയുക? നിങ്ങളിപ്പോ സംഘടനയുടെ വോട്ട് വേണ്ടെന്നാണ് പറയുന്നത്. സംഘടനയുടെ വോട്ട് വേണ്ടെന്ന് പറയാം. ഞങ്ങളിപ്പോ വീടുകളിലേക്കായിരുന്നു. ആ വീടുകളിൽ കയറുമ്പോൾ ലീഗിന്റെ വീടുണ്ടാവും, BJPന്റെ വീടുണ്ടാവും, SDPIന്റെ വീടുണ്ടാവും, ജമാഅത്തിന്റെ വീടുണ്ടാവും. ആ വീടിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് രാഷ്ട്രീയ നിലപാടല്ലേ? രാഷ്ട്രീയ നിലപാടിന്റെ മതനിരപേക്ഷ സംഘടനകൾ മതി ഞങ്ങളോടൊപ്പം, ഞങ്ങളെ അവർ സ്വീകരിച്ചാൽ മതി. മുന്നണിയിൽ അത് മതി. പക്ഷെ വോട്ട് എല്ലാവരുടെ ഇതും പോകണം. മുന്നണി രണ്ടും പോകും. മുന്നണിയിൽ ഘടകകക്ഷി എന്നുള്ള നിലയിൽ വർഗീയ ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെയും സഹായം ഞങ്ങൾക്ക് വേണ്ടയില്ല. എന്നാൽ ഈ സംഘടനകളിലെല്ലാം അണിനിരന്നിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ ബോധമുള്ള ജനങ്ങളുണ്ട്.
ആ ജനങ്ങളെ തള്ളാൻ ഞങ്ങൾക്ക് അപ്പോൾ RSSന്റെയും SDP-യുടെയും PDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ആ സംഘടനകളെ ഞങ്ങൾ എതിർക്കും. അല്ല, സംഘടനയെ എതിർക്കുന്നതോടൊപ്പം തന്നെ ആ സംഘടന ഉയർത്തുന്ന ആശയത്തോടൊപ്പമുള്ള ജനങ്ങളെ, വോട്ടർമാർ, അവരെയും ഞങ്ങൾ എതിർക്കും. എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ മാനസാന്തരം വരുത്തുന്നതിനും മതനിരപേക്ഷ ബോധം മനസ്സിലേക്ക് എത്തിക്കുന്നതിനും നിരന്തരമായിട്ട് ഞങ്ങൾ ഇടപെടും. അവരെ ഒഴിവാക്കിക്കൊണ്ടല്ല, അവരുമായി സഹകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള ആശയം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആശയം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ സംവേദിച്ചു കൊണ്ടേയിരിക്കും. AK ബാലനെ പരിഹസിച്ച് MK മുനീർ രംഗത്തെത്തി. CPM തൊടുന്നത് അമ്പലപ്പുഴ പാൽപായസവും മറ്റുള്ളവർ തൊട്ടാൽ പാവയ്ക്ക നീരായി മാറുമെന്നാണ് പരിഹാസം. SDPI പിന്തുണ വാങ്ങിയത് അവരെ നന്നാക്കാനാണെന്ന AK ബാലന്റെ പരാമർശത്തോടാണ് മുനീറിന്റെ പ്രതികരണം. AK ബാലൻ പറഞ്ഞിട്ടുള്ളത് SDPIയുടെ പിന്തുണ വാങ്ങുന്നത് അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു നല്ല പാർട്ടിയാണെന്ന് ആലോചിച്ച് നോക്കി. ഇവർ നന്നാക്കിയതാണല്ലോ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ. നന്നായില്ലേ അവർ നന്നാക്കിയിട്ട് പിന്നെ അവരിൽ നിന്ന് മാറിയപ്പോഴേക്കും പിന്നെയും മോശമായിപ്പോയി. ഇപ്പോൾ ഇനി SDPI കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ആളുകളെയും വെളുപ്പിക്കുക എന്നുള്ളൊരു ചുമതലയാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ തൊടുന്ന ആളുകൾ മുഴുവൻ അമ്പലപ്പുഴ പാൽപ്പായസമാണ്. നമ്മൾ തൊട്ടാൽ കയ്പയും പാവയ്ക്കാൻ നീരാവുകയും ചെയ്യും. ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ക്ഷുഭിതനായി ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശി. CPMലെ നികൃഷ്ട ജീവികളാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പ്രതിപക്ഷം പോലും അത് ഏറ്റെടുത്തില്ലെന്നും PK ശശി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോഴാണ് ക്ഷുഭിതനായി പ്രതികരണം അവസാനിപ്പിച്ച് ശശി പോയത്. നിങ്ങൾ ഈ പറഞ്ഞ അലിഗേഷൻ എനിക്കെതിരായിട്ട് വന്നപ്പോൾ നിയമസഭക്കകത്ത് ഗൗരവമായൊരു ചർച്ച പോലും UDFന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ലീഗിൻ്റെ ഒരു മനുഷ്യമുണ്ടിയില്ല. കോൺഗ്രസിൻ്റെ കാര്യമായിട്ടുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ള ഒരൊറ്റയാൾ എനിക്കെതിരായിട്ട് സംസാരിച്ചില്ല. അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അവർ പറയില്ലേ? അതിനെപ്പറ്റി VD സതീശൻ ഒരിക്കൽ പറഞ്ഞത് ഇതൊക്കെ കൽപ്പിച്ചു കൂട്ടി ഫാബ്രിക്കേറ്റ് ചെയ്തതല്ലേ എന്നാണ് ചോദിച്ചത്. പറഞ്ഞു മനസ്സിലായോ? CPMനകത്തുള്ള കുറേ ജീവികൾ ഫാബ്രിക്കേറ്റ് ചെയ്ത ആരോപണമല്ലേ ഇത്? VD സതീശൻ ഉൾപ്പെടെ ഈ തീവ്രത അളക്കുന്നത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ എനിക്കറിയില്ല. നിങ്ങൾക്കിത് നോക്കുക പണി. നമ്മളെല്ലാം നോക്കുമല്ലോ. ഇത് നോക്കണ്ട, തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കിക്കോ. ഇത് താങ്കൾ തന്നെയല്ലേ ചർച്ച പറഞ്ഞു. മാത്രമല്ല തൽക്കാലം തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കിക്കോ. മറ്റു നടക്കാൻ പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ LDF കൺവീനറും സ്ഥാനാർത്ഥിയുമായ TP രാമകൃഷ്ണന് നോട്ടീസ് അയച്ച ഡെപ്യൂട്ടി കളക്ടർ. UDFന്റെ പരാതിയിലാണ് നോട്ടീസ്. ഇടതുമുന്നണിയുടെ അനൗൺസ്മെന്റ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന പരാതിയിലാണ് വിശദീകരണം തേടി നോട്ടീസ് അയച്ചത്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറാണ് നോട്ടീസ് അയച്ചത്. വിവാദം രാഷ്ട്രീയ ആയുധമാക്കി UDFും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയക്കെതിരായ LDF അനൗൺസ്മെന്റ് കൃത്യമായ ആസൂത്രണത്തെ തുടർന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണത്തിലുള്ള ശ്രമം നടക്കുന്നു. ഔദ്യോഗിക പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ അനൗൺസ്മെന്റ് ഉത്തരവാദിത്തത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായ TP രാമകൃഷ്ണന് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും ന്യൂസ് 18നോട് CPM കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന പേരാമ്പ്രയിൽ പുതിയ വിവാദങ്ങളും ചർച്ചകളുമൊക്കെ തെരഞ്ഞെടുപ്പിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കൊപ്പം പേരാമ്പ്രയിലെ പ്രമുഖ UDF നേതാവും ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ TT ഇസ്മായിലുണ്ട്. പേരാമ്പ്ര ഒരു വലിയ പോരാട്ടത്തിലേക്ക്, ഇടതുകോട്ടയായി വർഷങ്ങളോളം നിലനിന്നിരുന്ന മണ്ഡലമാണ്. അവിടെ ഒരു പുതിയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കം നടക്കുന്നു എന്നാണോ നിങ്ങളുടെ ആരോപണം? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റാത്ത ഒരു കമ്മ്യൂണലൈസേഷൻ പ്രോസസ്സാണ് ഇത് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഇരകളായി വീണു പോവാതെ വോട്ടർമാർ എന്താണ് ജനാധിപത്യം എന്നുള്ളതും എന്താണ് മതേതരത്വം എന്നുള്ളതും കൃത്യമായി പഠിച്ചിട്ട് വേണം വോട്ട് ചെയ്യാനെന്നുള്ള അഭ്യർത്ഥനയാണ് മുസ്ലിം ലീഗിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വോട്ടർമാരോട് ഈ തിരഞ്ഞെടുപ്പിൽ പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള ഓളവും വടകരയിൽ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ സൃഷ്ടിച്ചതുപോലെയുള്ള ഒരു ഓളമാണ്.
വടകര എക്കാലത്ത് CPM-ന്റെ ഒരു കോട്ടയായി നിന്നിരുന്നതാണ്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM അവിടെ വലിയ പരാജയം വാങ്ങി. എന്നാൽ വിജയിക്കും എന്ന് കേരളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ വടകരയിൽ നിർത്തി ഷാഫി പറമ്പിലിനെതിരെ മത്സരിപ്പിക്കാൻ ഒരുങ്ങിയിട്ടും പരാജയ ഭീതിയിൽ നിന്നാണ് അന്നത്തെ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കൃത്യമായി ഞങ്ങൾക്കതിൻ്റെ കേന്ദ്രങ്ങൾ അറിയാം. കൃത്യമായി CPM-ന്റെ പ്രചരണ വാഹനത്തിൽ നിന്നാണ് അത് വന്നത്. അതാര് അങ്ങനെ റെക്കോർഡ് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയാം. ചിലതൊന്നും ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ അതിൽ വന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വേർഡാണ്. എന്താണ്? നമ്മുടെ കൗമിലെ കുട്ടി എന്നുള്ള ആ പ്രയോഗം കൃത്യമായി ഒരു വർഗീയത പരത്താൻ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു പ്രയോഗമാണ്. കേരളം അതിൽ വീണുപോകും എന്നുള്ള വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പല നാളുകളായി പല തെരഞ്ഞെടുപ്പുകളായി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വികസന സംവിധാനത്തിന് വോട്ട് ചെയ്ത ജനങ്ങൾ കൃത്യമായി കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണത്തിന്റെ ഏറ്റവും വലിയ അരാജകത്വത്തിനെതിരെ ഇത്തവണ വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടുള്ള വിഷയമല്ലത്. ജാതിക്ക് ജാതിയും മതത്തിന് മതവും പ്രയോഗിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പുകൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. തുടർന്നും ഒരുപക്ഷെ CPM അങ്ങനെയായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ജനാധിപത്യ സമൂഹത്തിന് CPM-നോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഇങ്ങനെ കേരളത്തിന്റെ സാമൂഹിക നന്മകളെ ഇല്ലാതാക്കി വിഭജനവും വിഭാഗീയതയും സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് കേരളത്തോട് പറയാൻ CPM ബാധ്യസ്ഥമാണ് എന്നാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. TP പറയുന്നത് തന്റെ അറിവോടെയല്ല, താൻ ഇത്തരം കാര്യങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടില്ല, അത് ചെയ്തെങ്കിൽ തെറ്റാണ് എന്നാണ് പറയുന്നത്. ഈ സ്ഥാനാർത്ഥി ഇങ്ങനെ പറയുന്നതിനെ നിങ്ങൾ ആ അർത്ഥത്തിൽ കാണുന്നുണ്ടോ? TP ഒരു കേവലം CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, പേരാമ്പ്രയിൽ നേരത്തെ മത്സരിച്ചു എന്നുള്ളതുമല്ല. അദ്ദേഹം ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ്. ഞാൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇഷ്യൂവിനെ അദ്ദേഹം തള്ളി പറയുന്നില്ല. CPM-ന്റെ അടുത്ത് വന്നില്ല, ഞാനത് പറഞ്ഞില്ല എന്നുള്ള ഒരു അഴകുഴമ്പൻ സമീപനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറിച്ച് നിരന്തരമായ, അതായത് സിറാത്തിന്റെ പാലം, കാഫിർ സ്ക്രീൻഷോട്ട്, മാഷാ അള്ളാ എന്നിൽ നിന്ന് അവസാനത്തെ ശ്രേണിയാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇഷ്യൂ ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പറ്റാത്തതാണ്. അതിനെ തള്ളിപ്പറയാൻ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന നിലക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന നിലക്കും അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ളത് ഗുരുതരമായ തെറ്റാണെന്ന് ഞങ്ങൾ പറയാം. എന്തായാലും വലിയ വിവാദങ്ങളാണ് വരുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് വടകര തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിച്ചു, അതേ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. ഇക്കാര്യം അറിഞ്ഞില്ല അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയുമ്പോഴും ഈ പ്രസ്താവന തള്ളിപ്പറയാൻ TP രാമകൃഷ്ണൻ LDF സ്ഥാനാർത്ഥി തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് UDF കുറ്റപ്പെടുത്തുന്നത്. കേരളത്തിൽ വോട്ട് ശതമാനത്തിന്റെ കണക്കിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മലപ്പുറം. മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ മലപ്പുറത്ത് ലീഗ് പ്രതീക്ഷിക്കുന്നത് ഭൂരിപക്ഷത്തിലെ വർധനമാണെങ്കിൽ LDF-ഉം NDA-യും അവർക്ക് ലഭിക്കുന്ന വോട്ടിന്റെ കണക്കിലെ വർധനവാണ് ലക്ഷ്യമിടുന്നത്. UDF-നായി ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയായപ്പോൾ LDF-നായി NCP നേതാവ് KT മുജീബും BJP-ക്കായി അശ്വതി ഗുപ്തകുമാറും മത്സരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന മലപ്പുറം ജില്ലയിൽ ലീഗിന് ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകുന്ന മണ്ഡലമാണ് മലപ്പുറം. ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇത്തവണ വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് മണ്ഡലം മാറി മത്സരിക്കാനെത്തിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി ഇവിടെ ലക്ഷ്യമിടുന്നത്. LDF-നായി NCP-യാണ് മലപ്പുറത്ത് മത്സരത്തിനിറങ്ങിയിരിക്കുന്നത്. KT മുജീബാണ് കാഹളം മുഴക്കുന്ന മനുഷ്യൻ ചിഹ്നത്തിൽ ഇവിടെ മത്സരിക്കുന്നത്. NDA-ക്കായി BJP നേതാവ് അശ്വതി ഗുപ്തകുമാറും. PK കുഞ്ഞാലിക്കുട്ടിക്ക് വലിയൊരു ഭൂരിപക്ഷം വേണമെന്നാണ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് പോകുന്നുണ്ടെങ്കിലും മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി എപ്പോഴും എല്ലായിടത്തും സജീവമാണ്. കുടുംബയോഗങ്ങളും റോഡ് ഷോകളുമായി PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് ലക്ഷ്യമിടുന്നത് 6 ലക്ഷത്തിലേറെ വോട്ടിന്റെ മഹാഭൂരിപക്ഷമാണ്. മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി മണ്ഡലത്തിലെ പ്രചരണത്തിന് തിരക്കിലാണ്. അതായത് മലപ്പുറത്തായതുകൊണ്ട് ജയത്തെക്കുറിച്ചല്ല, ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച. ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല. നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. പല സ്കൂളുകളിലും
എന്നുള്ള ചർച്ചയാണ് ഉള്ളത്. അതിന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, ജനങ്ങൾ തന്നെ അത് പറയുന്നുണ്ട്. അങ്ങ് കേരളത്തിലെ എല്ലായിടത്തും പ്രചരണത്തിന് പോകുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രചരണങ്ങൾ എങ്ങനെയാണ്? എല്ലാ ദിവസവും പറ്റുന്നതല്ലല്ലോ. ഇല്ല, ബാക്കി സ്ഥലത്തൊക്കെ പിന്നെ പോയി വരാനുള്ള ഒരു സൗകര്യം വരെ ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ദിവസങ്ങൾ മതി ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പോകാനും ബുദ്ധിമുട്ടില്ല. ഒരുവിധ സ്ഥലത്തൊക്കെ പോയി ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ മറ്റന്നാൾ മുതൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ പോകും. ഗൃഹാതിരത്വം എന്ന് പറഞ്ഞൊരു തിരിച്ചുവരവാണ് മലപ്പുറത്തേക്ക് എന്നാണ് പറയുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞതാണ്, എങ്ങനെയാണ്? അല്ല, അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇവിടുന്ന് തുടങ്ങി ഇവിടെ വന്നിപ്പോൾ നിൽക്കുകയാണ്. അത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെയാണ് പൊതുവെ UDFന്റെ ഇപ്പോഴത്തെ ഒരു UDF തകർപ്പം ചെയ്യുന്നുണ്ടാവും. വലിയ ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിൽ വരുന്നുണ്ടാവും. 100 സീറ്റുകൾ തന്നെ പ്രതീക്ഷിക്കാമോ? അതിലധികം തന്നെ ആയിരിക്കും, ഉറപ്പ്. മലപ്പുറം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീ KT മുജീബാണ് നമ്മോടൊപ്പം ചേരുന്നത്. മലപ്പുറം പൊട്ടിച്ചാൽ പൊട്ടാത്ത വലിയൊരു പച്ചക്കോട്ടയാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എങ്ങനെയാണ് പ്രചരണത്തിന് ഇറങ്ങിയിട്ട് അങ്ങേക്ക് കിട്ടുന്ന റിയാക്ഷൻസ് ഒക്കെ? അല്ല, അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് 10ലധികം ദിവസമായി ഞങ്ങളിവിടെ പോവാത്ത സ്ഥലങ്ങൾ കുറവാണ്. ഒരു നെഗറ്റീവായിട്ട് ഒരാൾ പോലും സംസാരിച്ചിട്ടില്ല. അതൊരു പക്ഷേ മലപ്പുറത്തിൻ്റെ ഏറ്റവും നല്ല മനസ്സായിരിക്കാം. പക്ഷെ ഞാനതിനൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രചരണത്തിന് മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മുടെ വികസനമാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ നടന്ന വികസനങ്ങൾ. എന്നാൽ ഈ മലപ്പുറത്തിൻ്റെ ഒരു മേഖലകളും അതിൻ്റെ 1-2 നമ്മൾ താനൂർ തിരൂരൊക്കെ ഒഴിച്ച് മറ്റ് സ്ഥലത്തൊക്കെ വളരെ പിന്നോക്കാവസ്ഥയാണ്. നല്ല റോഡുകളില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ ദുർബലങ്ങളാണ്. കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ് എതിരെ മത്സരിക്കുന്നത്. എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? ഞാൻ നമ്മുടെ എതിരാളിയുടെ ശക്തിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാനിവിടുത്തെ ഒരാൾ എത്ര ശക്തന എന്നുള്ളതല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വികസനമാണ് ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വരുന്നത് വേങ്ങരയിൽ നിന്നാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ വേങ്ങരയിൽ നിന്ന് എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ പ്രൊഫൈൽ വെച്ചിട്ടായിരിക്കണം പറയേണ്ടത്. ഞാൻ വേങ്ങരയിൽ ഇന്നതൊക്കെ ചെയ്തു, അതുകൊണ്ട് ഇത് അങ്ങനൊന്നും പറയുന്നില്ലല്ലോ. വികസനമല്ലല്ലോ സംസാരിക്കുന്നത്. അതിലുള്ള വ്യത്യാസങ്ങളുണ്ട്, അതിൽ പ്രതീക്ഷയുണ്ട്. NDA ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് മലപ്പുറത്ത് രംഗത്തിറക്കിയിരിക്കുന്നത്. അശ്വതി ഗുപ്തകുമാർ അവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് പ്രചരണം? പ്രചരണം നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടുന്ന് എല്ലാവരും പറയുന്നത്. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കേരളം മാറി മലപ്പുറം മാറണം. എല്ലാ ജനങ്ങളിലേക്കും ഞങ്ങൾക്ക് ജനക്ഷേമ പദ്ധതികൾ, പ്രധാനമന്ത്രിയുടെ ജനക്ഷേമ പദ്ധതി എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം. അതുമാത്രമല്ല വനിതകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുക, അതാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് വോട്ടർമാർക്ക് മുമ്പിൽ വെക്കുന്നത്? വോട്ടർമാരുടെ മുമ്പിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് റോഡ്, വെള്ളം, പിന്നെ ഇതുപോലെ നമ്മളെ PM പദ്ധതികളുണ്ടല്ലോ, കേന്ദ്ര പദ്ധതികൾ എല്ലാ ആളുകളിലും എത്തിക്കുക എന്നത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. നമുക്ക് ഈ വോട്ട് കണക്കൊക്കെ നോക്കുമ്പോൾ BJPക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഇതുവരെ കണക്കുകളിൽ കാണുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം കണക്കുകളിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇരട്ടിയാണ്, 3 ഇരട്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാളും 2 ഇരട്ടി. അതായത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു പോളിംഗ് ശതമാനം തീർച്ചയായും മലപ്പുറത്ത് തീർച്ചയായും അങ്ങനത്തെ ഒരു പോളിംഗ് ശതമാനം പ്രാവശ്യം ഉണ്ടാവും എന്നുള്ളത് തന്നെ. പ്രത്യേകിച്ച് വനിതകളിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ജയവും തോൽവിയുമല്ല, വോട്ടിന്റെ കണക്കുകളാണ് മലപ്പുറത്ത് പ്രധാനം. മുസ്ലിം ലീഗിന് PK കുഞ്ഞാലിക്കുട്ടി നേടുന്ന ഭൂരിപക്ഷം വോട്ടിന്റെ കണക്ക്, LDFനും NDAക്കും അവർ നേടുന്ന വോട്ടുകളുടെ കണക്ക്. അഖിലോട്ട് പറഞ്ഞൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വാർത്താ ചാനലുകളിലെ പ്രീപോൾ സർവേകൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് KPCC അംഗം JS അഖിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സുതാര്യതയോ ശാസ്ത്രീയ അടിത്തറയോ ഇല്ലാതെയാണ് ഇത്തരം സർവേകൾ അവതരിപ്പിക്കുന്നതെന്നാണ് ആരോപണം. ഇത് വോട്ടർമാരുടെ മനോഭാവത്തെയും തെരഞ്ഞെടുപ്പ് ഫലത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ പ്രീപോൾ സർവേ സംപ്രേഷണം നിരോധിക്കുകയോ കർശനമായി നിയന്ത്രിക്കുകയോ വേണമെന്നാണ് ആവശ്യം. ഇതിനൊപ്പം സർവേകളുടെ രീതിയും സ്രോതസ്സുകളും വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കണമെന്നും JS അഖിൽ ആവശ്യപ്പെടുന്നു.
UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞതിൽ കത്തുകയാണ് പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം. സംഭവത്തെ ന്യായീകരിച്ച് ഇന്നും BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നു. പിഷാരടിക്ക് അനുകൂലമാണ് സാഹചര്യമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇടത് സ്ഥാനാർത്ഥി വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനും വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. ജനാധിപത്യത്തെയല്ല തടഞ്ഞത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ പ്രതികരിക്കണം, ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യണം. തന്റെ കൂടെ നിൽക്കുന്നയാളാണെങ്കിലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ആ ദൃശ്യം കണ്ട ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യണം. ഒന്ന്, ആ കടമ നിർവഹിക്കേണ്ടത് അദ്ദേഹമാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയണം, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ഇവിടുത്തെ അമ്മമാരോടും പെൺകുട്ടികളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ അതല്ല കരുതിയത് എന്ന് പറയാൻ തയ്യാറാകണം. അതിനുള്ള വിവേകമുണ്ടാകണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ വീണ്ടും മാങ്കൂട്ടത്തിലുകളെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് ഇവിടുത്തെ സ്ത്രീകളുടെ സ്വത്വബോധത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നം ഉയർത്താൻ വേണ്ടിയിട്ടല്ല ഓരോ സ്ഥാനാർത്ഥികളും മത്സരിക്കേണ്ടത്. അതുകൊണ്ട് സാമാന്യ മര്യാദയുണ്ടെങ്കിൽ, സാമാന്യമായിട്ടുള്ള ബോധമുണ്ടെങ്കിൽ ഈ നറേഷൻ ക്രിയേറ്റ് ചെയ്യാതെ ഇവിടുത്തെ സ്ത്രീത്വത്തോട് മാപ്പ് പറയുക. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്, അതായത് സ്വന്തം പാർട്ടിയിൽ സൈബർ ഇടത്തിൽ ശൈലജ ടീച്ചർ ആക്രമിക്കപ്പെട്ടപ്പോൾ കമാന്നൊരക്ഷരം മിണ്ടാത്ത ആളാണ് ശ്രീമാൻ പിണറായി വിജയൻ. ആറ്റിങ്ങൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 150ഓളം വരുന്ന മാർക്സിസ്റ്റുകാർ വലിയ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി എന്നെ തടയാൻ വന്ന ദൃശ്യം മാധ്യമങ്ങളുടെ പഴയകാല പിക്ചറിൽ ഉണ്ടാവും. അത് നിങ്ങൾ തെരഞ്ഞെടുക്കണം. തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് കിട്ടുന്നതിന് ഇതൊക്കെ സഹായകരമാകുമെന്ന് ചിന്തിക്കുന്നില്ല. അത്രയ്ക്കും വികാരി ജീവികളാണോ പൗരന്മാർ? അവർക്ക് പൗരബോധമില്ല. അവർക്ക് വോട്ടിന് കൊടുക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളില്ല. ഇമാതിരിയുള്ള ഇൻസിഡൻ്റൊക്കെ കൊണ്ടുവന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയൊരു വികാര ജീവികളല്ല പാലക്കാട്ടിലെ വോട്ടർമാർ. കൃത്യമായ രീതിയിൽ അവർ വിധി എഴുതും. ശരിയില്ലാത്തതിന് ശരിയില്ലാതെ തന്നെ പറയേണ്ടുന്ന ഒരു ധാർമ്മികത കാണിക്കുക രാഷ്ട്രീയ പ്രവർത്തകരെന്നുള്ളത് തന്നെയാണ് എൻ്റെ. കാരണം അതല്ലെങ്കിൽ ഇത് നമ്മൾ മറ്റ് ചില തെറ്റായ കാര്യങ്ങൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കലായി മാറും. നേതൃത്വത്തിലുള്ളവർ തെറ്റിനെ തെറ്റാണെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അണികൾക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ അത് തെറ്റിലേക്കുള്ള വഴിമരുന്നിട്ട് കൊടുക്കലായി മാറും. MG രേണുക വിവരങ്ങളുമായി ചേരും. രേണുക, ഇപ്പോൾ പാലക്കാട് രാഷ്ട്രീയത്തിലേക്ക് പുതിയൊരു വിവാദം കൂടി കടന്നു വരികയാണ്. അതിപ്പോൾ LDF സ്ഥാനാർത്ഥിയും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എങ്ങനെയാണ് ഇതിനെ BJP പ്രതിരോധിക്കുന്നത്? രഞ്ജിത്ത്, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതൽ ഇന്ന് വരെ വിവാദങ്ങൾ ഒഴിയാത്ത മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. അങ്ങനെ വിവാദ വിഷയങ്ങളിൽ കത്തുന്ന പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസമാണ് UDF സ്ഥാനാർത്ഥിയെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ടാകുന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ BJP സ്ഥാനാർത്ഥിയെ നമ്മൾ കാണുമ്പോൾ പക്ഷേ ആ നിലപാടിൽ, നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഉറച്ചു നിൽക്കുന്നതാണ് കണ്ടത്. ഒരു തെറ്റും ആ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല എന്നതാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. സ്ത്രീ വിരുദ്ധ പ്രസ്താവനകളാണ് രമേശ് പിഷാരടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പിൻഗാമികളെ ഉണ്ടാക്കാനല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. BJPയിൽ ഉള്ളിലെ പ്രശ്നങ്ങളാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് നയിച്ചതെന്നുള്ള ആരോപണങ്ങളൊക്കെ പാടെ തള്ളിക്കളയുകയാണ് ശോഭാ സുരേന്ദ്രൻ. യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഈ സ്ത്രീകളെ ഈ രീതിയിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളിൽ ഉണ്ടായിട്ടുള്ള സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണ്, പ്രതിഷേധം മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അതേസമയം ഈ വിഷയത്തിൽ നമുക്കറിയാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ച നിലപാടറിയാം. എതിർ സ്ഥാനാർത്ഥിയായ NMR റസാഖ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ജനാധിപത്യ ബോധമുയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു. ആ സാഹചര്യങ്ങളൊക്കെ പൊതുവെ സ്വീകരിക്കപ്പെടുന്ന നിലയിലാണ് പാലക്കാട് ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മൾ കോട്ടമൈതാനിയിൽ ഉൾപ്പെടെ പാലക്കാട് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലായത് ഈ LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ജനാധിപത്യ ബോധം ഉയർത്തുന്നതാണ് എന്ന രീതിയിൽ ഒരു പൊതു സ്വീകാര്യത കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് NMRനോട് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് അത് ഏതെങ്കിലും തരത്തിൽ സ്വീകാര്യത കിട്ടാനോ വോട്ട് കിട്ടാനും ഒന്നും എടുത്ത നിലപാടല്ല. അത് തന്റെ ജനാധിപത്യ ബോധത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പ്രതികരണങ്ങളാണ്. ജനങ്ങൾ, പാലക്കാട്ടെ ജനങ്ങൾ അതൊന്നും നോക്കിയല്ല വോട്ട് രേഖപ്പെടുത്തുന്നത്. അവർ അങ്ങനെ ഏതെങ്കിലും ഒരു വികാരത്തിന് അടിപ്പെട്ട് വോട്ട് ചെയ്യുന്നവരല്ല. അതെന്റെ നിലപാടാണ്, അതാണ് ഞാൻ എന്നാണ് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി പറയുന്നത്. അപ്പോൾ പോലും സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന ഒരു നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് LDF ക്യാമ്പിനുള്ളതും. അതേസമയം നമ്മളിപ്പോൾ രമേശ് പിഷാരടിയെ കണ്ടു. ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ തേടുമ്പോൾ അദ്ദേഹം പറയുന്നു അത് കഴിഞ്ഞു, ഇനി ആ വിഷയത്തിൽ കടിച്ചു തൂങ്ങാൻ താനില്ല, പ്രതിഷേധങ്ങൾ വേണ്ട എന്നുള്ളത് ഏതെങ്കിലും ബുദ്ധിപൂർവമായ ഒരു തീരുമാനമായ ഒന്നും നിങ്ങൾ ചിത്രീകരിക്കേണ്ടതില്ല, അത് എൻ്റെ സ്വാഭാവിക പ്രതികരണങ്ങളാണ്, ആ രീതിയിൽ പ്രശ്നം കൈവിട്ടു പോകേണ്ടതില്ല എന്നതുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് താൻ സ്വീകരിച്ചത്. താൻ സ്ത്രീ വിരുദ്ധനാണെന്ന് ചിത്രീകരിക്കുന്നത് അത് തെറ്റായ സമീപനമാണ്.
മാത്രമാണ്. താൻ എല്ലാ വിഷയത്തിലും ശക്തമായ നിലപാടുകൾ തന്നെ എടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അർത്ഥമില്ലാത്തതാണ് എന്നതാണ് രമേശ് പിഷാരടി പറയുന്നത്. എന്തായാലും ഈ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള വിവാദം ഉൾപ്പെടെ പാലക്കാട് മണ്ഡലത്തെ തീപിടിപ്പിക്കുകയാണ്. ആ രീതിയിൽ പുരോഗമിക്കുകയാണ് വിഷയങ്ങൾ. അതിനിടയിൽ NMR റസാഖ് UDFന്റെ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഫോട്ടോയാണ് പുറത്തു വന്നത്. ഇത് വലിയ വിവാദം ആകുന്നു. അത് യഥാർത്ഥ ഡീൽ ആരൊക്കെ തമ്മിലാണ് എന്ന് സൂചിപ്പിക്കുന്നതാണെന്ന് BJP ക്യാമ്പ് പ്രചരിപ്പിക്കുമ്പോൾ അതിനെ പാടെ തള്ളുകയാണ് NMR റസാഖ്. താനൊരു വ്യവസായിയാണ്. അന്ന് തന്റെ കടയ്ക്ക് മുന്നിൽ നടന്ന ആഘോഷ പ്രകടനങ്ങൾക്കിടയിൽ ഉള്ള ചിത്രമാണ് അത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ തനിക്ക് ബന്ധങ്ങളും പരിചയങ്ങളും ഉണ്ട്, അതിനെ ആ രീതിയിൽ കാണേണ്ടതില്ല എന്ന് പറയുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ വിവാദങ്ങളാൽ ചൂടുപിടിക്കുകയാണ് പാലക്കാട്ടെ രാഷ്ട്രീയം. പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. പാലക്കാട് രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരും വർദ്ധിക്കുകയാണ്. KC വേണുഗോപാലിനെ എതിരെ നിയമ നടപടിയുമായി CPM. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നുവെന്ന പ്രസ്താവനകൾക്കെതിരെയാണ് നടപടി. LDFനും CPMനും അവമതിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനയെന്നാണ് നോട്ടീസിൽ പറയുന്നത്. പ്രസ്താവന പിൻവലിച്ച് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ആവശ്യം. പത്തനാപുരത്ത് LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിനായി വോട്ട് തേടി താരങ്ങൾ. മണ്ഡലത്തിൽ നടന്ന പ്രചാരണ പരിപാടിയിലാണ് സിനിമ സീരിയൽ താരങ്ങൾ എത്തിയത്. വോട്ടർമാരെ കണ്ട് സ്ഥാനാർത്ഥിക്കായി താരങ്ങളും വോട്ട് തേടി. നാദാപുരം മണ്ഡലം നിലനിർത്തുമെന്ന് LDF സ്ഥാനാർത്ഥി P. വസന്തം. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വോട്ട് നേടിത്തരും. CPI നേതാവ് സത്യൻ മുഖേരിയുടെ ഭാര്യയാലാണ് സീറ്റ് നൽകിയതെന്ന ആരോപണത്തെ പുച്ഛത്തോടെ തള്ളുകയാണെന്നും വസന്തം ന്യൂസ് 18 പറഞ്ഞു. നാദാപുരത്തെ LDF സ്ഥാനാർത്ഥി P. വസന്തമാണ് നമുക്കൊപ്പം ഉള്ളത്. പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ സാധ്യതകൾ? ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? സാധ്യതകളല്ല, വിജയിക്കുമെന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ എന്നും വിജയിപ്പിച്ചിട്ടുള്ള ഒരു മണ്ണാണ് നാദാപുരം. ഈ നാട്ടിലെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ ജനാധിപത്യ വിശ്വാസികളും അരനൂറ്റാണ്ടിലേറെ LDFനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ UDF ക്യാമ്പ് പറയുന്നത് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടും മാറ്റം വന്നിരിക്കുന്നു. ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമൊക്കെ നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് നാദാപുരം എന്ന് പറഞ്ഞു വെക്കുന്നു. എന്താണ് അത്തരം ഈ ചെറിയ തിരിച്ചടികൾ അല്ലെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വോട്ട് മാറ്റത്തിന്റെ കാര്യം? ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ പ്രതിപക്ഷം അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഇത്തരം പ്രചരണങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടത്താറുണ്ട്. അത്തരത്തിലൊരു ഏകീകരണമൊന്നും, നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്, ഇവിടെ പ്രവർത്തിക്കുന്നവരാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പ്രതീക്ഷയോടുകൂടിയാണ്. എന്നാൽ നാദാപുരത്തിൻ്റെ മണ്ണിൽ ഇത്തരം പ്രതീക്ഷകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് കഴിഞ്ഞകാല ചരിത്രം തെളിയിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു വനിതാ മുഖ്യമന്ത്രി വരണം, അല്ലെങ്കിൽ അത്തരം അനിവാര്യതയിലേക്ക് കാലം കടക്കുന്നുവെന്ന്. പക്ഷേ ഇപ്പോഴും ഇടതുപക്ഷം പറയുന്നില്ല ഒരു വനിതാ മുഖ്യമന്ത്രി വരണമെന്ന്. ഉണ്ടോ? അതൊരു അന്തരമല്ലേ? തികച്ചും ആ ചോദ്യത്തിന് തന്നെ എന്നോട് ക്ഷമിക്കണം. കാരണം ഒരു മുഖ്യമന്ത്രി ആരാവണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ആദ്യമേ ഇന്നാൾ മുഖ്യമന്ത്രിയാവുമെന്നൊന്നും പറഞ്ഞു വെച്ചല്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കമ്മിറ്റികൾ കൂടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റികൾ കൂടിയിട്ടാണ് ആരാണ് മുഖ്യമന്ത്രിയാവേണ്ടത്, ആരാണ് മറ്റു വകുപ്പ് മന്ത്രി ആവേണ്ടതെന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. ഒരിക്കലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുൻകൂട്ടി ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചോ ഒരു മുഖ്യമന്ത്രി വ്യക്തിത്വത്തെക്കുറിച്ചോ അങ്ങനെയൊന്നും, ആ ആശയങ്ങളാണ് നമ്മളെപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാറുള്ളത്. അതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെയൊക്കെ ജനാധിപത്യ പാർട്ടികളിലുള്ള സ്വഭാവ സവിശേഷതകളാണത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വന്നിട്ടില്ല എന്നതൊരു വസ്തുത തന്നെയല്ലേ? അത് തള്ളിക്കളയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. വരണം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രിയാവണം, ഇന്ത്യയിൽ പ്രധാനമന്ത്രിയും ഇനിയും വനിതയാവണം. എല്ലാ രംഗത്തും സ്ത്രീകൾ വളർന്നു വരണം എന്നും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗമാണ്. ഞങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് പൊരുതുന്നത്. താങ്കളൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഭാര്യയാണ്, മറ്റൊരു ഗോവിന്ദമാഷിന്റെ ഭാര്യ മത്സരിക്കും. ഇതൊക്കെ വരുമ്പോൾ നിങ്ങളൊക്കെ വളരെ സജീവമായി ചെറുപ്പം മുതൽ രാഷ്ട്രീയം നടത്തി വളർന്നവരാണ്. പക്ഷേ ഈ ഭർത്താവിന്റെ പേരിൽ ചേർത്ത് മാത്രം ഇതിനെയൊക്കെ റദ്ദാക്കുന്നതിന് അങ്ങനെ ഒരു വിമർശനം വരുമ്പോൾ എങ്ങനെ? അതും ഞാൻ പുച്ഛിച്ചു തള്ളുന്നു.
കാരണം നമ്മളൊക്കെ ഭാര്യയായി മാറുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളെ വിവാഹം കഴിക്കുന്നത്. ഞാനൊക്കെ ബാലവേദി മുതൽ AISF, AIYF രംഗത്തൊക്കെ പ്രസ്ഥാനത്തിലുള്ളതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇതിനൊക്കെ അപ്പുറം നിങ്ങൾ വളരെ ശക്തരായി തന്നെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നവരാണ്. അതാണ് അതുകൊണ്ട് ഇതിലൊന്നും ഒരു പുതുമ കാണുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിലൊന്നും ഒരു പുതുമ കാണുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ഭാര്യ ആയതുകൊണ്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത്, മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരായതുകൊണ്ടാണ് മത്സരിക്കുന്നത്. ഏതായാലും നാദാപുരത്തെ വിജയ തുടർച്ച ഇത്തവണയും ഉണ്ടാവും. സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പദ്ധതികൾക്ക് ജനം ഇത്തവണയും വോട്ട് നൽകും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി. കാസർഗോഡ് 5 വയസ്സുകാരനോട് രണ്ടാനച്ഛന്റെ ക്രൂരത. കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. അയൽവാസിയാണ് മർദ്ദന ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറിയത്. രണ്ടാനച്ഛനായ ഷൌക്കത്ത് അലിയെ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. JJ ആക്ട് ഉൾപ്പെടെ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 5 വയസ്സുകാരനോട് രണ്ടാനച്ഛന്റെ കണ്ണില്ലാത്ത ക്രൂരത. അയൽവാസിയാണ് ഈ ദൃശ്യം പകർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത്. പിന്നീട് പോലീസ് ഈ കുട്ടിയുടെ പിതാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുമായിരുന്നു. ഏതായാലും 4 വർഷം മുൻപ് ഇവരുടെ വിവാഹമോചനം നടന്നിരുന്നു. അങ്ങനെ 3 മാസങ്ങൾക്ക് മുൻപാണ് കോടതി നിർദ്ദേശപ്രകാരം 3 മക്കളെ 10 വയസ്സും 8 വയസ്സുമുള്ള ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ 5 വയസ്സുകാരൻ്റെയും സംരക്ഷണ ചുമതല മാതാവിനെ ഏൽപ്പിക്കുന്നത്. 4 മാസങ്ങൾക്ക് മുൻപാണ് ഈ മാതാവ് രണ്ടാനച്ഛനെ മറ്റൊരാളുമായി ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 3 മാസമായി ഈ കുട്ടിയെ ഇത്തരത്തിൽ നിരന്തരം മർദ്ദിക്കാറുണ്ട് എന്നാണ് ഈ പിതാവ് പറയുന്നത്. ഏതായാലും കോടതി നിർദ്ദേശപ്രകാരമാണ് സംരക്ഷണ ചുമതല 3 പേരുടെയും ഈ മാതാവിനെ ഏൽപ്പിച്ചതെങ്കിലും നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി കുട്ടികളുടെ 2 കുട്ടികളുടെ, അതായത് 10 വയസ്സുള്ള ആൺകുട്ടിയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ മർദ്ദനത്തിന് ഇരയായ 5 വയസ്സുകാരനായതിൻ്റെയും സംരക്ഷണ ചുമതല താൽക്കാലികമായി പിതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരന്തരം ഈ കുട്ടികളെ ഉപദ്രവിക്കാറുണ്ട്. മാതാവിൻ്റെ ഒത്താശയോടുകൂടിയാണോ ഇങ്ങനെയൊരു മർദ്ദനം എന്നത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും ഈ പിതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മർദ്ദനം കേട്ടെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത്. നാട്ടുകാർക്ക് എന്നെ കിട്ടാത്തത് കൊണ്ടാണ് ഇത്ര സമയമെടുത്തത്. 3 മാസത്തോളമായി കുട്ടിയെ ദ്രോഹിക്കുന്നെന്ന് പറയുന്ന അയൽവാസികൾ. പിന്നെ എന്നെ കിട്ടാത്തതുകൊണ്ട് എൻ്റെ നാട്ടിലെല്ലാം വന്നിട്ട് അന്വേഷിച്ചിട്ട് എന്നെ കിട്ടിയതിന് ശേഷമാണ് അവരെന്നെ കോൾ വിളിച്ചിട്ട് സംഭവം പറഞ്ഞിട്ട് ഞാൻ പോയി അന്വേഷിച്ച് സ്റ്റേഷൻ മുഖേന ഞാൻ കംപ്ലയിൻറ്റും കൊടുത്തു. പിന്നെ അയൽവാസികളെല്ലാം വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. അതിനുശേഷം കുട്ടികളെ വിദ്യാനഗർ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊടുന്നു. പിന്നെ കുട്ടികളെ എൻ്റെ കൂടെ വരുന്നു പറഞ്ഞു. കുട്ടികളെ എൻ്റെ കൂടെ അയച്ചു. മർദ്ദനം എന്ന് പറഞ്ഞാൽ നല്ലോണം മർദ്ദിച്ചിട്ടുണ്ട് കുട്ടിക്ക് നടക്കാനും പോലും പറ്റുന്നില്ല. ഇപ്പോൾ കാൽക്ക് നെഞ്ചിനെല്ലാം വേദന ഉണ്ട്. അത് നല്ലോണം ബുദ്ധിമുട്ടുണ്ട് കുട്ടിക്ക്. പിന്നെ അതേപോലെ ഇപ്പോൾ അവരെ ഭാഗത്തുനിന്ന് നല്ലോണം ഭീഷണിയും ഉണ്ട്. നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിയുണ്ട്. ഈ ഷൌക്കത്ത് അലി എന്ന് പറയുന്ന ആൾ വലിയ ക്രിമിനലാണ്, ഗൗണ്ടാ ലിസ്റ്റിലെല്ലാം ഉണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലോണം പേടിയും ഉണ്ട് കുട്ടികളെ ചൊല്ലിയിട്ട്. കുട്ടികളൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു പേടിയും ഉണ്ട്. ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. മാതാവിനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയെ മാതാവ് ഉപദ്രവിക്കാറുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. KSRTC ബസ്സിൽ യാത്രക്കാരന് ജീവനക്കാരുടെ മർദ്ദനം. ഡ്രൈവറും കണ്ടക്ടറും ചേർന്നാണ് മർദ്ദിച്ചത്. കേറിയ 100 രൂപ നോട്ട് നൽകിയതിനെ തുടർന്നുണ്ടായ കശപിശയാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. എറണാകുളം കൂത്താട്ടുകുളത്താണ് സംഭവം. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം സന്ദർശിച്ച് ജാംനഗറിലെ വൻതാര സ്ഥാപകനും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകനുമായ അനന്ത് അംബാനി, ജിയോ പ്ലാറ്റ്ഫോംസിന്റെയും റിലയൻസ് റിട്ടെയിൽ വെഞ്ചേഴ്സിന്റെയും ഡയറക്ടറും കൂടിയായ അനന്ത് ക്ഷേത്രത്തിന് 3 കോടി രൂപ സംഭാവനയും നൽകി. നവീകരണ പ്രവർത്തികൾക്കായി 10 കോടി രൂപ നൽകുമെന്നും അനന്ത് അംബാനി ക്ഷേത്ര ദർശനത്തിന് ശേഷം പറഞ്ഞു.
തിരുവനന്തപുരം നെടുമങ്ങാട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. വീടിന് തീപിടിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. ഷാജഹാൻ, മകൻ നിഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷാജഹാന് 25% പൊള്ളലേറ്റു. സ്ഫോടനത്തിന്റെ ശക്തിയിൽ തെറിച്ചു വീണ നിഹാസിന്റെ നെറ്റിയിലും തലയ്ക്കുമാണ് പരിക്ക്. പുലർച്ചെ 2:30യോടെയാണ് സംഭവം. വീട് ഭാഗികമായി തകർന്നു. വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും നശിച്ചു. വീടിന്റെ ചുവരുകൾക്ക് വിള്ളൽ സംഭവിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗ്യാസ് ഏജൻസിയിൽ നിന്നും നിറച്ച ഗ്യാസ് സിലിണ്ടർ വാങ്ങിയത്. തുറക്കാത്ത സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. വയനാട് വടക്കനാട് ഭീതി പടർത്തിയ മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ആനയെ വനവകുപ്പ് വെടിവെച്ച് പിടിച്ചത്. താത്തൂർ വനമേഖലയിൽ വെച്ചാണ് ദൗത്യസംഘം ആനയെ മയക്കുവെടി വെച്ചത്. 1 മാസം മുൻപ് വടക്കനാട് വെച്ച് ആന ഒരാളെ കൊന്നിരുന്നു. 12 ദിവസമായി പ്രത്യേക ദൗത്യസംഘം വനത്തിനുള്ളിൽ ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കുങ്കി ആനകളെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചു. നൂൽപ്പുഴ പഞ്ചായത്തിലെ 1, 2, 3, 9, 10 വാർഡുകളിൽ സബ് കളക്ടർ 144 പ്രഖ്യാപിച്ചു. എന്നാൽ മുട്ടിക്കൊമ്പനെ കോളർ ID ഘടിപ്പിച്ച് വനത്തിൽ തുറന്നുവിടാൻ ആണ് നീക്കമെങ്കിൽ അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് അംഗം ബെന്നി കൈനിക്കൽ പറഞ്ഞു. കൊമ്പനെ മുത്തങ്ങ പന്തിയിൽ കൂട്ടിൽ തന്നെ പാർപ്പിക്കണമെന്നാണ് ആവശ്യം. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ പുതുക്കി സംയുക്ത കുരിശിന്റെ വഴി. കൊച്ചിയിലും തിരുവനന്തപുരത്തും ആയിരക്കണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴിയുടെ ഭാഗമായി. രാജ്യത്ത് ക്രൈസ്തവ പുരോഹിതർക്കും വിശ്വാസികൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു. ഇതിന് പിന്നിൽ ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളും കുരിശിന്റെ വഴിയിൽ വിശ്വാസ സമൂഹത്തിനൊപ്പം ചേർന്നു. വിവിധ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരണം നടക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പവിത്രമായ ദിവസങ്ങളിലൊന്നായി കരുതപ്പെടുന്നതാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കുരിശിൻ്റെ വഴി ആരാധന, പരിഹാര പ്രദക്ഷിണമാണ് വിവിധ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലെ മുതൽ തന്നെ നടക്കുന്നത്. ഈ ദേവാലയങ്ങളിൽ നിന്ന് ഇറങ്ങി ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് അത് ഈ ദുഃഖവെള്ളി ആചരണത്തിൻ്റെ ഭാഗമായുള്ള കുരിശിൻ്റെ വഴി പരിഹാര പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു. ക്രിസ്തുദേവൻ്റെ പീഠാനുഭവ സ്മരണകൾ പുതുക്കുകയാണ് ദുഃഖവെള്ളി ആചരണത്തിലെ കുരിശിൻ്റെ വഴിയിലൂടെ അടയാളപ്പെടുത്തുന്നത്. ഗാഗുൽത്ത മലയിലേക്ക് മനുഷ്യകുലത്തിൻ്റെ പാപമോചനത്തിനായി പീഡാനുഭവങ്ങൾ ഏറ്റുകൊണ്ട് കുരിശുമായി നടന്നു നീങ്ങിയതിൻ്റെ, ക്രിസ്തുദേവൻ നടന്നു നീങ്ങിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ക്രൈസ്തവർക്ക് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. വിഭൂതി ബുധൻ മുതൽ ആരംഭിച്ച വലിയ നോമ്പിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൊന്നായിട്ടാണ് ദുഃഖവെള്ളിയെ കണക്കിലെടുക്കുന്നത്. വലിയ നോമ്പിൻ്റെ അവസാനങ്ങളിലേക്ക് അത് കടക്കുന്നു. പെസഹ ദിനാചരണത്തിൻ്റെ ഭാഗമായുള്ള തിരുവത്താഴത്തിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ടുള്ള അന്ത്യത്താഴത്തിൻ്റെ സ്മരണ പുതുക്കി പെസഹ വ്യാഴം ആചരിച്ചു. പിന്നീട് ദുഃഖവെള്ളിയിലേക്ക് അത് കടക്കുന്നു. വിശുദ്ധ വാരത്തിലെ ഏറ്റവും സവിശേഷമായ ദിവസങ്ങളായാണ് ദുഃഖവ്യാഴവും ദുഃഖവെള്ളിയും കടന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശയുടെ പുതുഞായറിലേക്ക് ക്രൈസ്തവ വിശ്വാസികൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള പരിഹാര പ്രദക്ഷിണം, ദുഃഖവെള്ളി ആചരണത്തിൻ്റെ ഭാഗമായുള്ള പരിഹാര പ്രദക്ഷിണമാണ് രാവിലെ മുതൽ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഈ ദിവസങ്ങളിലെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഇന്ത്യയിലെ തന്നെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നായി കരുതപ്പെടുന്ന മലയാറ്റൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് തീർത്ഥാടകരുടെ വലിയ പ്രവാഹമാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. ഇന്നലെ മുതൽ തുടങ്ങിയ ആ ഒരു പ്രദക്ഷിണവും പരിഹാര പ്രദക്ഷിണവും എല്ലാം തന്നെ മലയാറ്റൂർ മലയിൽ വളരെ സജീവമായിട്ട് തന്നെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ തുടരുന്നു. എന്തായാലും കുരിശിൻ്റെ വഴി ആരാധനയിൽ വിവിധ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുക്കുന്നത്. തെരുവുകൾ തോറും ഈ കുരിശിൻ്റെ വഴി ആരാധനകൾ കടന്നു പോവുകയാണ്. ക്രിസ്തുദേവൻ്റെ പീഠാനുഭവ സ്മരണ പുതുക്കുന്നു.
14 സ്ഥലങ്ങൾ ഇതുപോലെ അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടെ ആ കുരിശ മരണത്തിൻ്റെ പവിത്രത എന്തെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് കുരിശിൻ്റെ വഴി വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലെ മുതൽ തന്നെ വളരെ സജീവമായിട്ട് തന്നെ നടന്നു. ക്രിസ്തുദേവന്റെ കുരിശ് മരണത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ക്രൈസ്തവ ലോകം ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നത്. കഴിഞ്ഞ 150 വർഷമായി തുടരുന്ന പരമ്പരാഗതമായ ശൈലിയിലാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ഇത്തവണ ദുഃഖവെള്ളി ആചരണം നടക്കുന്നത്. സംയുക്ത കുരിശിന്റെ വഴിയോടെയാണ് ഈ ദുഃഖവെള്ളി ആചരണം നടക്കുന്നത്. എടുത്തു പറയേണ്ടുന്ന കാര്യം 3 പ്രധാനപ്പെട്ട സഭാ തലവന്മാർ ഇന്ന് ഈ സംയുക്ത കുരിശിന്റെ വഴിയുടെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ്. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയ്ക്കൊപ്പം ബെസേലിയസ് മാർ ക്ലിമ്മീസ് കാതോലിക്ക ബാവയും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാൻ ഡോക്ടർ തോമസ് തറയിലും അടക്കം ഈ ചടങ്ങുകളുടെ ഭാഗമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും കുരിശിന്റെ വഴിയുടെ മുൻനിരയിൽ വൈദികർക്കും ബിഷപ്പുമാർക്കുമൊപ്പം പങ്കെടുക്കുന്നു എന്നതാണ് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ഏതാണ്ട് 1.5 നൂറ്റാണ്ടായി തുടരുന്ന ചരിത്രം അത് അതുപോലെ തന്നെ തുടർന്നുകൊണ്ടാണ് പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിന്റെ നേതൃത്വത്തിൽ ഈ ചടങ്ങുകൾ ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ചുള്ള കുരിശിന്റെ വഴിയും മറ്റ് ചടങ്ങുകളും നടക്കുന്നത്. വിശ്വാസികളുടെ വലിയൊരു പങ്കാളിത്തം, വലിയൊരു ബാഹുല്യം ഈ ചടങ്ങുകളുടെ മാറ്റുകൂട്ടുന്നു എന്നതും എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. വിസ്മണിയുടെ പുതിയ ബ്രാഞ്ച് കാക്കനാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സീപോർട്ട് എയർപോർട്ട് റോഡിലെ വാളിക്കുളങ്ങര ബിൽഡിംഗിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ശാഖ. കേരളത്തിലെ 96ാമത്തെ ശാഖയും രാജ്യത്തെ 346ാമത്തെ ശാഖയുമാണ്. വിദേശ കറൻസി എക്സ്ചേഞ്ച്, മണി ട്രാൻസ്ഫർ, ട്രാവൽ കാർഡ്, ഗോൾഡ് ലോൺ, ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ് തുടങ്ങിയ പ്രധാന സേവനങ്ങൾ സുതാര്യമായി നൽകാൻ സജ്ജമാണ്. വിസ്മണി ഡയറക്ടർ ആൻഡ് CEO CA കൃഷ്ണൻ ആർ ശാഖ ഉദ്ഘാടനം ചെയ്തു. IT ഹബായ കാക്കനാടില് വിസ്മയം തീർക്കുന്നുള്ളത് എനിക്കൊരു സംശയവുമില്ല. ഇനി സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,835, പവന് 1,10,10,680. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,435, പവന് 91,480. വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്പോട്ട് ലൈവാണ്. അഭിലാഷ് ചേരും.